ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ ആന കഴിഞ്ഞ ദിവസവും വീടിന് സമീപത്ത് എത്തിയിരുന്നു എന്ന് കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബം പറയുന്നു. ആനയുടെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ബിജുവിനെ ആന 2 തവണ നിലത്തടിച്ചെന്ന് ഭാര്യ ഡെയ്സി പറഞ്ഞു. അത് ലൈറ്റടി കണ്ടപ്പോഴത്തേന് ലൈറ്റിന് നേരെ വന്നു കളഞ്ഞു. നേരെ വന്നിട്ട് അന്നേരം ഒന്ന് ചിഹ്നം വിളിച്ചായിരുന്നു. കാടായതുകൊണ്ട് ഓടി മാറാൻ പറ്റിയില്ല. വന്ന് പുറമോട്ട് വന്നപ്പോഴത്തേന് ഇത് എളുപ്പമെന്ന് വന്നു. അപ്പം തിരിച്ചു വന്നപ്പോഴത്തേന് ആനനെ കണ്ടില്ല. അപ്പോൾ ആനക്കൊന്നുമില്ല. എടുത്ത് നിന്നിടത്തടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ കിടന്ന് 2 പ്രാവശ്യം കൂടി ചിഹ്നം വിളിച്ചു. പിന്നെ ആനക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു. നേരെ തന്നെ കിടക്കുമായിരുന്നു. കൈ ഇങ്ങനെ വടിച്ചാന്നോ കൈ ഇങ്ങനെ ഒടിഞ്ഞ് ഇവിടം കൊണ്ട് തൂങ്ങി കിടപ്പുണ്ട്. പിന്നെ നെറ്റിക്ക് ഇച്ചിരി മുറിവുണ്ട്, കാലിന് ശരീരത്തിൽ മുറിവുണ്ട്. പിന്നെ ഇനി നെഞ്ചത്ത് വല്ലതും ചവിട്ടിതാണെന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ വയറിന് പാടുണ്ട്. ശരി, വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്രീജിത്ത് ശ്രീകുമാരനാണ് വീണ്ടും പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്തെ, വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയെ നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഇതുപോലെ ഒരു മൃഗം വന്ന് ആക്രമിച്ചു കൊല്ലുക എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ കുടുംബം എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അദ്ദേഹം DFOയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വാക്കുകളിലേക്ക് പോകാം. തീരുമാനം എടുക്കാനുള്ള കഴിയുമെന്നുള്ള എന്നെ അറിയിക്കുക. അതുവരെ ഞാൻ ഇവിടെ കാണും. ഈ കണവറയിൽ നിന്ന് പോകുന്നില്ല എന്ന് തന്നെയാണ് തീരുമാനം? ഇല്ല, പോകുന്നില്ല. വലിയ പ്രതിഷേധത്തിലേക്ക് വരട്ടെ, ഞാൻ അതിൻ്റെ കാര്യങ്ങളിലേക്കാണ് കിടക്കുന്നത്. ഈ ഇത്തരത്തിലൊരു ഗൃഹനാഥൻ ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ട് DFO അടക്കമുള്ള ഒരൊറ്റ ആളും MP ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നൊരു ആക്ഷേപം നാട്ടുകാർ ഉന്നയിക്കുന്നു. അല്ല, അവർ വരുന്നുണ്ട്, അവർ കേസെടുക്കാൻ വരുന്നുണ്ട്. ഈ ജീവിക്കാൻ വേണ്ടി, ജീവൻ നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ആളുകൾക്കെതിരെ എത്ര കള്ളക്കേസാണ് എടുത്തിരിക്കുന്നത്. അവിടെ ആ കാട്ടുപോത്ത് ആക്രമണത്തിൽ പാവപ്പെട്ട 2 കൃഷിക്കാർ മരിച്ചപ്പോൾ പ്രതിഷേധിച്ച ആളുകൾ എടുത്ത കേസ് അവിടെ നിൽക്കുക, അത് പിൻവലിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള ഹരാസ്മെന്റ് അല്ലേ ഇവിടെ നടക്കുന്നത്. ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഒരു പിക്കറ്റിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നത് MP അതിനോടൊപ്പം നിൽക്കുക തന്നെയാണ്. വരട്ടെ, നിങ്ങൾക്ക് കാണാം. അവർ തീരുമാനം പറയട്ടെ. തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് തീരുമാനം ഉണ്ടാക്കും. തീർച്ചയായും വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടക്കുകയാണ്. ആ കണമല ഫോറസ്റ്റ് സ്റ്റേഷൻ പിക്കറ്റ് ചെയ്തുകൊണ്ടുള്ള വലിയൊരു സമരം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് നാട്ടുകാർ. എന്തായാലും ഇപ്പോൾ പ്രമോദ് നാരായണൻ MLA അടക്കമുള്ള ആളുകൾ ഈ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അവരെ സന്ദർശിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. MP യോടും ആദ്യഘട്ടത്തിൽ കുറച്ച് രോഷാകുലരായൊക്കെ നാട്ടുകാർ സംസാരിച്ചു. പക്ഷേ MP പറഞ്ഞത് താൻ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാതെ താൻ ഇവിടുന്ന് പോകില്ല എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രമോദ് നാരായണൻ MLA അടക്കമുള്ള ആളുകൾ ഈ വീടിന് അകത്ത് ചെന്ന് അവരോട് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാം. അദ്ദേഹത്തിൻ്റെ വീടിനകത്തെ ദൃശ്യങ്ങളാണ്. ബന്ധുക്കളോട് സംസാരിക്കുക. ഇവർക്കൊരു 50 ലക്ഷമെങ്കിലും ഈ വീടിന് നഷ്ടപരിഹാരം കൊടുക്കണം. അല്ലാതെ ഒന്നും ഇത് വെറുതെ പോകാൻ പറ്റത്തില്ല. അത് നാളെ നടത്തിക്കൊണ്ട് വരും. ഒരു ആനയെ പിടിക്കാൻ പോകാനാണെങ്കിൽ നിങ്ങൾ എത്ര കോടികൾ മുടക്കും? ഈ സർക്കാർ എത്ര കോടികളാണ് മുടക്കുന്നത്? ഈ വീടിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും ആനയുടെ നഷ്ടപരിഹാരം തന്നെ പറ്റത്തുള്ളൂ. ഫോറസ്റ്റുകാരോടെ വലിയ തോതിൽ രോഷാകുലരാകുന്നുണ്ട്. സ്വാഭാവികമായി അപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗൃഹനാഥന കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് പ്രദേശത്തുള്ളത്. ആന്റണി MP അവിടെ എത്തിയിട്ടുണ്ട്. റാന്നി MLA ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് കൃത്യമായിട്ട് ഒരു പരിഹാരം വേണം. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, അതറിഞ്ഞിട്ട് അടുത്ത നടപടികളിലേക്ക്, പ്രതിഷേധത്തിലേക്കെല്ലാം കടക്കും എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇവർ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രതികരണവും നമ്മൾക്ക് ലഭിച്ചു. വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്.